ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് കനത്ത തിരിച്ചടി. ഓസ്ട്രേലിയക്കെതിരായ തോൽവിയോടെ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണു. ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തി. അനിൽ വാസ്തവുണ്ട് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഓസ്ട്രേലിയക്കെതിരായ 10 വിക്കറ്റ് തോൽവിയോടുകൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ആ പോയിന്റ് ടേബിളിലും ഇന്ത്യ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ചതോടുകൂടി. പക്ഷേ ഈ മത്സരത്തിൽ കനത്ത തോൽവി വഴങ്ങിയതോടുകൂടി ഒറ്റയടിക്ക് മൂന്നാം സ്ഥാനത്തേക്കാണ് വീണത്. ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും കണ്ടു. ഒടുവിൽ ഇന്ത്യയുടെ പോയിന്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ 60.71 ശരാശരി പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ളത് ദക്ഷിണാഫ്രിക്കയാണ് 59.26 പോയിന്റോടുകൂടി. മൂന്നാം സ്ഥാനത്ത് 57.29 പോയിന്റുമായാണ് ഇന്ത്യ ഉള്ളത്. ഈ മൂന്ന് ടീമുകൾ തമ്മിലാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിനായുള്ള ഫൈനൽ ബർത്തിനായുള്ള പോരാട്ടത്തിൽ മുന്നുള്ളത്. പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തുന്ന രണ്ട് ടീമുകൾ തമ്മിലാണ് മത്സരം വരിക. കഴിഞ്ഞ 2 എഡിഷനിലും ഇന്ത്യ ഫൈനലിലെത്തിയിരുന്നു. കിരീടം നേടാൻ പറ്റിയിട്ടില്ല. ഇത്തവണയെങ്കിലും ഫൈനലിലേക്ക് മുന്നേറി കിരീടം നേടാമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതിന് പോലും വലിയ തിരിച്ചടി നേരിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇപ്പോഴും ഇന്ത്യയുടെ സാധ്യതകൾ അടഞ്ഞിട്ടില്ല. വരുന്ന 3 മത്സരങ്ങൾ കൂടി ജയിച്ച പരമ്പരയിൽ ഒരു 4-1 ജയമുണ്ടെങ്കിൽ മറ്റു ടീമുകളുടെ സഹായമില്ലാതെ ഇന്ത്യക്ക് ഫൈനലിലേക്ക് മുന്നേറാൻ സാധിക്കും. അതേസമയം അത് സാധിച്ചില്ല എങ്കിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയോട് തോൽക്കണം, ഇല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനോട് തോൽക്കണം, ഓസ്ട്രേലിയ ശ്രീലങ്കയോട് തോൽക്കണം. ഇങ്ങനെയുള്ള ചില കാൽക്കുലേറ്ററിലെ കളികളിലേക്ക് കൂടി ഇന്ത്യ കണ്ണുവെക്കേണ്ടി വരും. എന്തായാലും ഇന്ത്യക്ക് വരുന്ന മത്സരങ്ങളിൽ വലിയ ജയത്തോടുകൂടി തിരിച്ചു വന്നേ തീരൂ. ഉന്മേഷ്. അനിൽ വാസ്തവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.